മുനമ്പം വഖഫ് ഭൂമി അല്ലെന്ന ഹൈക്കോടതി വിധിക്ക് പിന്നാലെ നികുതി സ്വീകരിക്കാതെ അധികൃതർ. മുനമ്പത്ത് തർക്കമുണ്ടായിരുന്ന ഭൂമിയുടെ നികുതി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് വില്ലേജ് അധികൃതർ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നതിനായി സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ജോഷി മയ്യാറ്റിൽ ഫാദർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, എന്തുകൊണ്ടായിരിക്കാം നികുതി സ്വീകരിക്കാത്തത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? നോക്കൂ, ഇവിടെ മൊത്തം സർക്കാർ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മുനമ്പംകാര് നികുതി കൊടുക്കാൻ ഇങ്ങനെ മുട്ടി നിൽക്കുകയല്ല. വിഷയത്തെ മുഴുവൻ നികുതി എന്ന കരമടക്കൽ എന്ന ഒറ്റ വിഷയത്തിലേക്ക് തന്ത്രപരമായി ഈ സർക്കാർ വളച്ചൊടിച്ചു കൊണ്ടുവരികയാണ്. എന്താണ് മുനമ്പംകാരുടെ വിഷയം? കരമടക്കാത്തതാണോ അവരുടെ പ്രശ്നം? അവരുടെ പ്രശ്നം അവര് റവന്യൂ തടങ്കലിലാണ്. അവര് റവന്യൂ ഒരു പാരലൈസ്ഡ് അവസ്ഥയിലാണ്. അവർക്ക് അവരുടെ ഭൂമി കൊണ്ടോ അവരുടെ വീട് കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് അതിലൊരു മുറി എടുക്കാൻ പറ്റില്ല. അവർക്ക് അത് വിൽക്കാൻ പറ്റില്ല. അവർക്ക് അത് വെച്ച് പണയം വെച്ച് ഇച്ചിരി കാശ് സമ്പാദിച്ച് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർക്ക് ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അവർക്ക് ഒരു പോക്കുവരവ് നടത്താനാവില്ല. ഈ കരമടക്കൽ എന്ന് പറഞ്ഞ് ആരെ പറ്റിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്? ഈ മന്ത്രിസഭ ഒന്നു ചേർന്നിരുന്നിട്ട് ഇത്രയ്ക്ക് വിഡ്ഢിത്തമാണോ അവർ സംസാരിച്ചത്? 610 അവിടെ മുനമ്പത്ത് ഞാൻ കേൾക്കുന്നു. 3 പേര് ഹൃദയം പൊട്ടിയാണ് മരിച്ചിട്ടുള്ളതെന്ന് കേൾക്കുന്നു. ചിലരൊക്കെ മാനസികമായ സംഘർഷത്തിൽ തകർന്നു എന്ന് കേൾക്കുന്നു. മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് പോലും പോകേണ്ടി വന്നിരിക്കുന്നു കേൾക്കുന്നു. ആ ജനത്തെ 4 വർഷമായി ഇതുപോലെ ശ്വാസം മുട്ടിക്കുന്നത് ആരാണ്? കേരള സർക്കാരാണ്. കേരളത്തിന്റെ റവന്യൂ വകുപ്പ്. അത് വഖഫ് ബോർഡിന്റെ കൊള്ള തന്ത്രത്തിൽ വഴങ്ങി നമ്മുടെ അത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇത് ഞാൻ പറയുന്നതല്ല. ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുകയാണ്. വഖഫ് ബോർഡ് പുറപ്പെടുവിച്ച വിജ്ഞാപനം അത് ഒരു ലാൻഡ് ഗ്രാബിംഗ് ടാക്ടിക്സ് ആയിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലാൻഡ് ഗ്രാബിംഗ് ടാക്ടിക്സ്. അപ്പോ ഭൂമി കൊള്ള അടിച്ചെടുക്കാനായിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു ആ വിജ്ഞാപനം. അത്തരത്തിലുള്ള ഒരു വിജ്ഞാപനത്തിന് ഒരു പ്രൊസീജിയറൽ ആയിട്ടുള്ള ഒരു കറക്റ്റ്നെസ്സും പാലിച്ചിട്ടില്ല എന്നും ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടതല്ലേ? അതായത് ഈ പറഞ്ഞ നോട്ടീസ് ഇവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല. ഒരു ഭൂമി ഇത്രയും 30-35 വർഷമായിട്ട് വാങ്ങി സ്വന്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഭൂമി അവിടെ ഫ്രീസ് റവന്യൂ വകുപ്പ് ഫ്രീസ് ചെയ്യുന്നതിന് അതിനിടയാക്കിയ വിജ്ഞാപനം തയ്യാറാക്കുന്നതിന് മുൻപ് ഇവർക്കൊരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. അവിടെ സർവേ നടത്തിയിട്ടില്ല. ഇതിന്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിട്ടില്ല. ആ റിപ്പോർട്ട് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ പ്രൊസീജിയർ എല്ലാം കൂടാതെ എങ്ങനെയാണ് ഒരു വിജ്ഞാപനം ഇറക്കി പിടിച്ചെടുക്കാൻ കഴിയുന്നത്? കൊള്ള സംഘമല്ലേ? നിയമ പരിരക്ഷയുള്ള കൊള്ള സംഘം. അവർക്ക് കൂട്ടുനിന്ന പിണറായി സർക്കാർ സത്യത്തിൽ ഇന്ന് എങ്കിലും റവന്യൂ വകുപ്പിന് സംഭവിച്ച തെറ്റ് തിരുത്തുമെന്നുള്ള വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷ. പക്ഷേ എല്ലാവരെയും മണ്ടന്മാരാക്കിക്കൊണ്ട് മന്ത്രിസഭ ഇന്നെടുത്ത തീരുമാനം എന്താണ്? കരമടക്കാൻ അനുവദിക്കാൻ പറ്റില്ല. അത്രേ കരമടക്കണമെന്ന് ആരാ ഇവരോട് ആവശ്യപ്പെട്ടെ? സർക്കാരിന് പണം കൊടുക്കാനാണ് ഇവരിങ്ങനെ ആഗ്രഹിച്ച ഇവരുടെ കയ്യിൽ കൊടുക്കാൻ പണം എവിടെയെന്നേ? സർക്കാരിലേക്ക് പണം കൊടുക്കാനായിട്ടാണ് മുനമ്പംകാരിങ്ങനെ നിരന്ന് നിൽക്കുന്നതെന്ന് ആരാ ഇവരോട് പറഞ്ഞേ? അപ്പോ ഇവിടുത്തെ ഏറ്റവും ഗുരുതരമായ വിഷയം 4 വർഷമായി ഇവര് റവന്യൂ തടങ്കലിലാണ്. അനീതിപരമായ റവന്യൂ തടങ്കലിൽ. ഇത് ഭരണഘടനാപരമായ മൗലിക അവകാശങ്ങളെ നിഷേധിക്കുന്ന ഒരു ഏർപ്പാടാണ് എന്ന് കൃത്യമായി ഡിവിഷൻ ബെഞ്ചിന്റെ ആ പരാമർശത്തിലുണ്ട്. ഇനി ഈ പരാമർശം ഒട്ടും ബന്ധപ്പെടേണ്ട കാര്യമില്ല. ഈ കോടതിയുമായിട്ട് ഒരു കണക്ഷനും ഈ മന്ത്രിസഭ നടത്തേണ്ട കാര്യമില്ലല്ലോ. അല്ലാതെ തന്നെ മന്ത്രിസഭയ്ക്ക് കൃത്യമായി പറയാമായിരുന്നല്ലോ.
ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യവും മന്ത്രിസഭ ചെയ്യേണ്ടതില്ലായിരുന്നു. മന്ത്രിസഭയ്ക്ക് ചെയ്യാമായിരുന്ന വളരെ തന്റെ ഇടത്തോടുള്ള ആർജവത്തോടുള്ള നിലപാട് ഉത്തരവാദിത്വ ബോധത്തോടെ എടുക്കാമായിരുന്നു. കാരണം പ്രൊസീജിയറിൽ ഒരു കാര്യവും ചെയ്യാതെയാണ് ഈ പറയുന്ന വഖഫ് ബോർഡ് ഈ വിജ്ഞാപനം ഇറക്കിയതെന്ന് ഇപ്പോൾ സർക്കാരിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ വെറും ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു ബോർഡിന്റെ ഒരു കൽപ്പന അനുസരിച്ചിട്ട് എങ്ങനെയാണ് റവന്യൂ വകുപ്പ് ഒരു തീരുമാനമെടുത്തത്? നോക്കണം, അത്തരത്തിലുള്ള കോടതിയുടെ, സിവിൽ കോടതിയുടെ വിധിയില്ലാതെ റവന്യൂ വകുപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെന്റ് ഓർഡർ ഇറക്കിയതും ഈ സർക്കാർ തന്നെയാണ്. ഫാദർ, ഒരു കാര്യം ചോദിക്കുന്നത്, നമ്മൾ ഒരുപാട് കാലങ്ങളായി ഒരുപാട് കാലങ്ങളായി ഈ ന്യായങ്ങളെല്ലാം പറയുന്നുണ്ട്, കൃത്യമായി പഠിച്ച്. ഇപ്പോൾ ഫാദറാണ്, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതിനെക്കുറിച്ച് ഏറ്റവും ഔദ്യോഗികമായിട്ട് സംസാരിക്കുന്ന ഫാദറാണ്. എല്ലാവരും ഫാദറിൻ്റെ ശബ്ദമാണ് അതിനെക്കുറിച്ച് കേൾക്കുന്നത്. ഈ ന്യായങ്ങളെക്കുറിച്ച് ഒരുപാട് കാലമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. കോടതി ഇത് കൃത്യമായി പഠിച്ചിട്ട് തന്നെ ആയിരിക്കണമല്ലോ ഈ വിധി പറഞ്ഞിട്ടുണ്ടാവുക. ഇത് കൃത്യമായിട്ട് ഈ സർക്കാരിന് ഇവർക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അപ്പോഴും ഇത് കൃത്യമായി മുനമ്പം ജനതയ്ക്ക് ഒരു നീതി നടത്തി ഈ പ്രശ്നം തീർക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന അങ്ങേക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? അത് വ്യക്തമല്ലേ. ഈ പറയുന്ന ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാന്റെ നിലപാട് എന്തായിരുന്നു? തുടക്കം മുതല് ഇത് വഖഫ് ഭൂമിയാണെന്നായിരുന്നില്ലേ? പിന്നെ ഇതിന്റെ ഘടകകക്ഷിയായ INL ഈ ഇടക്ക് പത്രപ്രസ്താവന നടത്തിയല്ലോ. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? എൽ ഡി എഫിന് അനീതി പ്രവർത്തിച്ചുകൊണ്ടും ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കണമെന്ന് LDF ആഗ്രഹമുണ്ട്. അതിന്റെ വ്യക്തമായ പ്രതിഫലനമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വന്നിട്ടുള്ള തീരുമാനം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കമ്മീഷനെ, ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തത്രേ. ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കാൻ അനുവാദം കൊടുത്തോ? എന്താണ് റിപ്പോർട്ടിനകത്തുള്ളത്? എന്തുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകാത്തത്? ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ തന്നെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലോ. അതായത് മുനമ്പം വഖഫാണെന്ന് കോടതി വിധി വന്നു കഴിഞ്ഞാൽ ആ മുനമ്പത്തുകാരെ എങ്ങനെ രക്ഷിക്കണം, അതിനുള്ള നിലപാട്, അതിനുള്ള റിപ്പോർട്ടിങ്, അതാണ് ജുഡീഷ്യൽ കമ്മീഷൻ നടത്തിയിട്ടുള്ളതെന്ന് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ തന്നെ കൃത്യമായിട്ട് എത്ര പ്രാവശ്യം ഇതിനകം പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എന്താ, ഇതൊന്നും കേൾക്കാത്തവരാണോ മന്ത്രിസഭയിലുള്ളവര്? നാട്ടുകാർക്ക് മുഴുവൻ അറിയാമല്ലോ. അദ്ദേഹം അത് പറഞ്ഞ എത്രയോ വീഡിയോസ് കൃത്യമായിട്ട് കിടപ്പുണ്ട്. അപ്പൊ പിന്നെ ഇനിയിപ്പോ ഇവരെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മുനമ്പം വഖഫാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ഇനി ഈ പിണറായി സർക്കാർ ശ്രമിക്കുമോ? അങ്ങനെയാണോ ഇനി ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ പോകുന്നത്? അങ്ങനെയാണോ? എന്നിട്ട് പറയും മുനമ്പംകാരോട് കൂടെയാണ്. സത്യത്തിൽ ഇരയോട് കൂടെയാണെന്ന് പറഞ്ഞ് വേട്ടക്കാരോടൊപ്പം വളരെ കൃത്യമായി ഓടിക്കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ ഇപ്പോൾ എടുത്ത ഈ മണ്ടൻ തീരുമാനം, ഞാനതിനെ പറയുന്നത്, സത്യത്തിൽ ഈ കോടതിയുടെ പരാമർശങ്ങളൊക്കെ സർക്കാർ ഒരിക്കലും വിചാരിക്കാത്ത കാര്യമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. സർക്കാരിന് ആകപ്പാടെ ഉണ്ടായിരുന്നത് എന്താ? സർക്കാർ ആഗ്രഹിച്ചത് ജുഡീഷ്യൽ കമ്മീഷനെ അസാധുവായിട്ട് പ്രഖ്യാപിച്ച ആ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ എങ്ങനെയെങ്കിലും ഒന്ന് മുഖം രക്ഷിക്കാനായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ പോയതാണ് സർക്കാർ. അത്രയേ ആഗ്രഹിച്ചുള്ളൂ. പിന്നെ സംഭവിച്ചത് ശിക്കാരി ശംഭുവിന്റെ പരിപാടിയാണ്. സർക്കാർ സത്യത്തിൽ ഗോൾഡൻ ചാൻസ് ആയിരുന്നു. ശിക്കാരി ശംഭു എപ്പോഴും അവസരങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കുന്ന ആളാണ് ശിക്കാരി ശംഭു. പക്ഷേ ഈ ശിക്കാരി ശംഭു, പിണറായി സർക്കാർ അവസരം കളഞ്ഞു കുളിച്ച ശിക്കാരി ശംഭുവാണ്. ഏതായാലും ഇത് തീർച്ചയായിട്ടും ജനത്തിന്, അത്യാവശ്യം വിവരമുള്ള ജനത്തിന്, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള പൊതുജനത്തിന് പിണറായി സർക്കാരിന്റെ ഈ നിലപാടിലുള്ള തമാശകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ
ഈ നിലപാടുകൾക്കുള്ള മറുപടി ജനം നൽകുക തന്നെ ചെയ്യും.